വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. നമ്മൾ ഇന്ന് 21 ഓഗസ്റ്റ് 2024 ഇംഗ്ലീഷിൻ്റെ നെറ്റ് എക്സാം ആദ്യത്തെ ഫേസ് കഴിഞ്ഞിരിക്കുകയാണ്. രാവിലത്തെ മോർണിംഗ് സെഷൻ 9 മണി മുതൽ 12 മണി വരെയുള്ള മോർണിംഗ് സെഷൻ പൂർത്തിയായിരിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പാറ്റേൺ, ക്വസ്റ്റ്യൻ പൂളുകൾ എവിടെ നിന്ന് വന്നിരിക്കുന്നു, സിലബസിൻ്റെ അനുപാതം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എത്തിയിരിക്കുന്നത്, പേപ്പർ 1ൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പേപ്പർ 1ലെ പോർഷൻസിൻ്റെ മാർക്ക് വാല്യൂ, ക്വസ്റ്റ്യൻ്റെ ലെവല്, പേപ്പർ 2ലേക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള വ്യത്യാസം എല്ലാം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നടന്ന ആദ്യത്തെ സെഷൻ എക്സാംസിൽ നിന്ന് അല്ലെങ്കിൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് അടുത്ത സെഷനിലേക്ക്, അതായത് ഡിസംബർ സൈക്കിളിലേക്കുള്ള പഠനം നമുക്ക് എങ്ങനെ ചിട്ടപ്പെടുത്താം, നമുക്ക് എങ്ങനെ ഓരോ കോഴ്സുകൾ അല്ലെങ്കിൽ ഓരോ സെക്ഷനെ അല്ലെങ്കിൽ ഓരോ സിലബസിനെ, ഓരോ ടോപ്പിക്കിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം, ഒരു സ്റ്റഡി പ്ലാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ച് എങ്ങനെ നമുക്ക് രൂപീകരിക്കാം എന്നുള്ള ഒരു രത്ന ചുരുക്കമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നെറ്റ് എക്സാം നടക്കുന്നത് 2 സെക്ഷൻസ് ആയിട്ടാണ്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 ജനറൽ പേപ്പറും പേപ്പർ 2 കോമൺ പേപ്പറുമായിട്ടാണ് എക്സാംസ് നടത്തപ്പെടുന്നത്. പേപ്പർ 1ൽ 50 ചോദ്യങ്ങളും പേപ്പർ 2ൽ 100 ചോദ്യങ്ങളും, ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം 150 ചോദ്യങ്ങളിൽ നിന്നും 300 മാർക്ക് ഉൾപ്പെടുന്ന മാർക്കിംഗ് സ്കീമാണ് നെറ്റ് എക്സാമിന് ഉള്ളത്. ഇതിൽ മൈനസ് പോയിൻറ്റ്സ് ഒന്നുമില്ല. കഴിഞ്ഞ തവണ നടന്ന നെറ്റ് എക്സാം മാറ്റിവെച്ചത് OMR ആയിരുന്നു. ഇത്തവണ അത് വീണ്ടും തിരിച്ച് കമ്പ്യൂട്ടർ മെത്തേഡിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം പേപ്പർ 1 ഉൾക്കൊള്ളുന്ന എന്താണ് സിലബസ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ: ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈ ടോപ്പിക്കുകളെല്ലാം ഉൾക്കൊള്ളിച്ച് വരുന്ന പേപ്പർ 1ലെ 50 ചോദ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും 5ഉം 4ഉം ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പേപ്പർ 1 എക്സാമിനെക്കാട്ടിലും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ഇത്തവണത്തെ എക്സാമിൽ ഇച്ചിരിയും കൂടെ എളുപ്പവും ആൻസേഴ്സിലുള്ള കോംപ്ലിക്കേഷൻ OMR ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ജൂൺ സൈക്കിളിൽ നടന്ന എക്സാമിൽ കണ്ടത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പാസേജുകളിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യനും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനുള്ള 5 ക്വസ്റ്റ്യനും ഒഴിച്ച് ബാക്കി 40 ക്വസ്റ്റ്യനുകൾ എല്ലാ മേഖലകളിൽ നിന്നും ഏകദേശം 5 ക്വസ്റ്റ്യനുകൾ വീതം ഉള്ള നിലയ്ക്കാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICTയിൽ നിന്നുമുള്ള 5 ചോദ്യങ്ങളും ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു. RAM, CPU എന്നിവയുടെ ഫുൾ ഫോം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഫാലസികളും ഒക്കെ ആണെങ്കിലും നമുക്ക് എന്തായിരുന്നു കൂടുതൽ എളുപ്പവും സിമ്പിളുമായിട്ടുള്ള രീതിയിലായിരുന്നു പേപ്പർ 1 ഇത്തവണ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പേപ്പർ 1 ആണ് നമ്മളെ JRF ക്രാക്ക് ചെയ്യുന്നതിലേക്കുള്ളൊരു ക്രൂഷ്യൽ എലമെൻ്റ് ആയിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നവർ, JRFനെ മുന്നിൽ കണ്ടുകൊണ്ട് നെറ്റിനെ നോക്കി കാണുന്നവരും പ്രിപ്പയർ ചെയ്യുന്നവരും അറ്റംപ്റ്റ് ചെയ്യുന്നവരും പേപ്പർ 1നെ കാണുന്നത് ദ കീ ടു JRF ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എക്സാമിലെ പേപ്പർ 1 കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരുന്നു. നമുക്ക് കൂടുതൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ കുറവായിരുന്നു. എൻവയോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് സെക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്തൊക്കെയായിരുന്നു ചോദിച്ചിരുന്നത്. നമുക്ക് എന്തൊക്കെയായിരുന്നു സബ്മിറ്റുകളെ പറ്റിയൊക്കെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരുന്നു. ഇത്തവണ നമുക്ക് എവിടെ പേപ്പർ 1ൽ നമുക്ക് ഇച്ചിരിയും കൂടെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അതുപോലെ തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ പറഞ്ഞു. റിസർച്ച് മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ക്വസ്റ്റ്യൻ സ്ട്രക്ചറിങ് ആയിരുന്നു ഇത്തവണ നമുക്ക് പേപ്പർ 1ൽ
കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പേപ്പർ 1 വാസ് കമ്പാരിറ്റീവ്ലി ഈസിയർ ദാൻ പ്രീവിയസ് പേപ്പേഴ്സ് ആൻഡ് എസ്പെഷ്യലി ദാറ്റ് ഓഫ് ജൂൺ സെഷൻ. ഇനി നമ്മൾ കടന്നു വരുമ്പോൾ പേപ്പർ 2ലേക്ക് വരുമ്പോൾ നമുക്കറിയാം പേപ്പർ 2ലെ കോണ്ടൻസ് അല്ലെങ്കിൽ സിലബസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതൊരു വൈഡ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ പൂളിൽ നിന്നുള്ള ഒരുപാട് ടോപ്പിക്കുകൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെ ആയതുകൊണ്ട് തന്നെ വലിയ ഒരു വൈഡ് ഏരിയയിൽ നിന്നുള്ള വേഗമായിട്ടുള്ള സിലബസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. UGC നൽകിയിരിക്കുന്ന സിലബസിലുള്ളത് 10 യൂണിറ്റുകളാണ്. ഡ്രാമ, പോയട്രി, ഫിക്ഷൻ, ഷോർട്ട് സ്റ്റോറി, നോൺ ഫിക്ഷണൽ പ്രോസ്, ലാംഗ്വേജ് ആൻഡ് ബേസിക് കോൺസെപ്റ്റ്സ്, ഇന്ത്യൻ ഇംഗ്ലീഷ്, കൾച്ചറൽ സ്റ്റഡീസ്, ലിറ്ററൽ ക്രിറ്റിസിസം, ലിറ്റററി തിയറി പോസ്റ്റ് വേൾഡ് വാർ 2 ആൻഡ് റിസർച്ച് മെത്തേഡ്സ് എന്നിങ്ങനെയുള്ള 10 യൂണിറ്റുകളാണ് നെറ്റ് ഇംഗ്ലീഷിൻ്റെ സിലബസിൽ UGC നൽകിയിട്ടുള്ളത്. നമുക്കിത് കേട്ടാൽ തന്നെ അറിയാം എത്രത്തോളം വേഗമാണ്, എത്രത്തോളം വൈഡാണ് ഇംഗ്ലീഷിൻ്റെ പോർഷൻ എന്നുള്ളത്. എങ്കിലും നമ്മൾ അത് ക്വസ്റ്റ്യൻസിലേക്ക് വന്ന് കഴിയുമ്പോൾ ഒരു PG വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ നിരന്തരം കേൾക്കുന്ന വാക്കുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഉൾക്കൊണ്ടിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് ഓതേഴ്സിന് കഴിഞ്ഞ തവണയും കഴിഞ്ഞതിന് മുമ്പത്തെ തവണയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പ്രാതിനിധ്യം, ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങളിലേക്ക് ഉള്ള പ്രാതിനിധ്യം ഇത്തവണയും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഡിസംബർ സൈക്കിളിന് അത്രയും ഇന്ത്യൻ ചോദ്യങ്ങൾ നമുക്ക് കഴിഞ്ഞ സൈക്കിളിൽ കാണാൻ സാധിച്ചിട്ടില്ല. അത്രയും ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ പോലും ഇന്ത്യൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് ഇത്തവണത്തെ എക്സാമിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലിറ്റററി ക്രിറ്റിസിസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഏജസ് ഓഫ് ലിറ്ററേച്ചറിൽ നമുക്ക് റിനൈസൻസ് പീരിയഡിന് ശേഷം റൊമാൻറ്റിക് ഏജ്, 18th സെഞ്ച്വറി, പ്യൂരിറ്റൻ ഏജ്, ഈ ഒരു ടൈം പീരിയഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ പ്രസക്തമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണയായിട്ടും കഴിഞ്ഞതിന് മുമ്പത്തെ തവണയായിട്ടും നമ്മൾ അനലൈസ് ചെയ്ത് പോകുമ്പോൾ, ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് പോകുമ്പോൾ UGC നെറ്റിൻ്റെ ഏറ്റവും പുതിയ തരം ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മെത്തേഡാണ് ക്രോണോളജി ക്വസ്റ്റ്യൻസ്. ക്രോണോളജി നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ OMR ക്വസ്റ്റ്യൻ ആയിരുന്നപ്പോൾ ജൂൺ സൈക്കിളിൽ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഈ ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് പല ഫീൽഡുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണയും നമുക്ക് ക്രോണോളജി ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ ലിറ്ററേച്ചറിലുണ്ട്, തിയറി പോർഷനിലുണ്ട്, ഇന്ത്യൻ ഓതേഴ്സിലുണ്ട്, ആൻഡ് ഇൻ അവാർഡ്സ്, അതായത് ലിറ്റററി അവാർഡ്സ് അല്ലെങ്കിൽ ലിറ്റററി പ്രൈസസിനെ പറ്റിയുള്ള ചോദ്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്? ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ പാറ്റേണിലായിരുന്നു. അറേഞ്ച് ദ ഫോളോയിങ് അവാർഡ്സ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദെയർ ഫസ്റ്റ് അവാർഡിംഗ്. നൊബേൽ പ്രൈസ്, ജ്ഞാനപീഠ് അവാർഡ്, ബുക്കർ പ്രൈസ് ആൻഡ് പോയറ്റ് ലോറേറ്റ്. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോബൽ പ്രൈസ്, ഓപ്ഷൻ എ പോയറ്റ് ലോറേറ്റ്, ജ്ഞാൻപീഠ്, ബുക്കർ പ്രൈസ്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ നൊബേൽ പ്രൈസ്, ജ്ഞാൻപീഠ്, പോയറ്റ് ലോറേറ്റ്, ബുക്കർ പ്രൈസ്. ഓപ്ഷൻ സി പോയറ്റ് ലോറേറ്റ്, നൊബേൽ പ്രൈസ്, ജ്ഞാൻപീഠ് അവാർഡ്, ബുക്കർ പ്രൈസ്. ആൻഡ് ഓപ്ഷൻ ഡി നൊബേൽ പ്രൈസ്, പോയറ്റ് ലോറേറ്റ്, ബുക്കർ പ്രൈസ് ആൻഡ് ജ്ഞാൻപീഠ് അവാർഡ്. ഇതിൽ ഈ അവാർഡുകളെ അത് ആദ്യമായി നൽകപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രോണോളജിക്കലി ഓർഡർ ചെയ്യാനുള്ള രീതിയിലാണ് നമുക്ക് ചോദ്യം നൽകിയിട്ടുള്ളത്. ആ ഓർഡർ ഇങ്ങനെയാണ്: പോയറ്റ് ലോറേറ്റ്, നൊബേൽ പ്രൈസ്, ജ്ഞാൻപീഠ് അവാർഡ് ആൻഡ് ബുക്കർ പ്രൈസ്. നമുക്ക് പോയറ്റ് ലോറേറ്റ് ആദ്യമായി നൽകപ്പെടുന്നത് 1616-ലാണ്, നൊബേൽ പ്രൈസ് 1901-ലാണ്, ജ്ഞാനപീഠം 1965-ലാണ്, ബുക്കർ പ്രൈസ് 1969-ലാണ്. അപ്പോൾ നമുക്ക് ഇത്തവണ ഈ ക്രോണോളജി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പുതിയതായിട്ട് കണ്ടതാണ് ഈ അവാർഡുകളെ അറേഞ്ച് ചെയ്യുന്ന രീതി. അതിനോടൊപ്പം തന്നെ നമ്മൾ ഓതേഴ്സിൻ്റെ ബർത്ത് ഇയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ ഓതേഴ്സ് ആയിട്ടുള്ള RK നാരായൺ ഉൾപ്പെടുന്ന വ്യക്തികളുടെ ബർത്ത് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വർക്കുകൾ, ഡ്രാമ, പ്രോസ് ആയിക്കൊള്ളട്ടെ, അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള
ക്രൊണോളജിക്കൽ ഓർഡറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ പാറ്റേണും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു ചോദ്യം നമുക്ക് കാണാൻ സാധിച്ചത് ലിറ്റററി ക്രിറ്റിസിസം ഏരിയയിൽ നിന്നാണ്. ന്യൂ ക്രിറ്റിസിസം എന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? അത് കോയിൻ ചെയ്തത് ജോൺ ക്രോ റാൻസം ആണ്. പക്ഷേ അതിൻ്റെ ഓപ്ഷൻസിലേക്ക് അവർ ഐ.എൽ. റിച്ചാർഡ്സ് ഉൾപ്പെടെയുള്ളവരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ സ്വന്തം ഭാവം ഉൾക്കൊണ്ട് തന്നെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ന്യൂ ക്രിറ്റിസിസം പോലെയുള്ള നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള തിയറികളും വർക്കുകളും എല്ലാമാണ് എവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്, പേപ്പർ 2-ൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് നമുക്ക് അറിയാം. അതിന് ഫൗണ്ടറായിട്ടുള്ള ഐ.എ. റിച്ചാർഡ്സിനെയും തൊട്ടപ്പുറം ജോൺ ക്രോ റാൻസമിനെയും കൊടുത്തുകൊണ്ട് ഈ ടേം കോയിൻ ചെയ്തതിൽ ടേം ആദ്യം ആരാണ് യൂസ് ചെയ്തതെന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ഫോം ചെയ്തിട്ടുള്ള പോലെ നമുക്ക് എവിടെ കാണാൻ സാധിച്ചു, ഈ പേപ്പർ 2-ലെ ക്വസ്റ്റ്യനിൽ കാണാൻ സാധിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു റിസർച്ച് മെത്തഡോളജി ഇൻ ഇംഗ്ലീഷിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ജേണലിലെ എങ്ങനെ നമുക്ക് ഒരു പ്രോജക്റ്റിലേക്ക് MLA 9th എഡിഷൻ വഴി സൈറ്റ് ചെയ്യുമ്പോൾ ബിബ്ലിയോഗ്രഫിയിൽ അതിൻ്റെ ഓർഡർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഓപ്ഷൻസ് നൽകിക്കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് റിസർച്ച് മെത്തഡോളജിയെ MLA ഹാൻഡ് ബുക്ക് സ്റ്റൈലിനെ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എത്തിക്കൽ ഐഡന്റിറ്റീസിനെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളിക്കാം എന്നുള്ള രീതിയിലുള്ള നമുക്ക് റിസർച്ച് മെത്തഡോളജിയിൽ നമുക്ക് MLA ഹാൻഡ് ബുക്ക് എത്രത്തോളം അറിയാമെന്നുള്ളതിൻ്റെ ഒക്കെ ഡീപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും നെറ്റ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് മുമ്പിൽ നിൽക്കുന്നതാണ് ഈ വലിയ സിലബസും ഈ വലിയ ക്വസ്റ്റ്യൻ പൂളും അതിൽ നിന്നുള്ള സ്പെസിഫിക് സബ്ജക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസും നെറ്റിനെ നമ്മളെ ഏറ്റവും കൂടുതൽ വേവലാതിപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന ഒരു എലമെൻ്റാണ്. നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നേരത്തെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് തുടങ്ങുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പൂൾ വെച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ നമുക്കറിയാലോ ക്രൊണോളജിക്കൽ ഓർഡർ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു ഏജിൽ തന്നെയുള്ള വർക്കുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൻസേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ പോലെ തന്നെ നമുക്ക് അറിയാവുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2 ഓപ്ഷൻ അറിയാമെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തെടുക്കാനുള്ള മെത്തേഡൊക്കെ നമുക്ക് എന്തിലുണ്ട്, നെറ്റിൽ ഉണ്ട്. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നെറ്റ് ക്രാക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ആണ് നമുക്കിവിടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നെറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് നെറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റും ആയിക്കൊള്ളട്ടെ, നെറ്റ് എന്നുള്ളത് ഒരു ബാലികേറ മലയല്ല. നമുക്ക് തുടർന്നുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശ്രമത്തിലൂടെ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നമുക്കിത് ഒരുമിച്ച് പിടിച്ചടക്കാവുന്നതേ ഉള്ളൂ എന്നാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളോട് പറഞ്ഞു വയ്ക്കുന്നത്. UGC നെറ്റിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് ഡിസംബറിലേക്കുള്ളത് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വേഗം ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സ്വപ്നം അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള നിങ്ങളുടെ JRF എന്നുള്ള PhD എന്നുള്ള നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് തൊട്ടരികിലാണ്. ജസ്റ്റ് ക്ലിക്ക് അവേ. ഫ്രീ ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് നമുക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. CCയുടെ ഏറ്റവും പുതിയ നെറ്റ് കോച്ചിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോൺടാക്റ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ കീഴടക്കുക. താങ്ക് യു.